പെരുന്നാളിനോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള 3 വെറൈറ്റി ആയിട്ടുള്ള ഡെസേർട്സ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. 3ഉം നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ പഞ്ചസാരയോ മിൽക്ക് മെയ്ഡോ ഒന്നും ചേർക്കാത്ത നല്ലൊരു സാലഡും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പുഡിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ ഒരു പുഡിംഗ് ചൈന ഗ്രാസും ജെലാറ്റിനും ഒന്നും ഇല്ലാതെ റെഡിയാക്കി എടുത്തിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ള ഒരു പുഡിംഗ് ആണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. വാനില കസ്റ്റാർഡ് പൗഡർ ആണ് കേട്ടോ. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാലാണ് വേണ്ടത്. അപ്പോൾ ആദ്യം 1 കപ്പ് പാലിൽ നിന്ന് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു കസ്റ്റാർഡ് പൗഡർ ഒന്ന് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കസ്റ്റാർഡ് പൗഡർ ആയതുകൊണ്ട് അടിയിൽ പിടിക്കും. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ചതായതുപോലെ നന്നായിട്ടൊന്ന് കുറുകി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഒന്ന് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ തന്നെ ഇതൊന്ന് തിക്കായിട്ട് വരും കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ വരും. ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കസ്റ്റാർഡ്. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഇനി നമുക്കവിടെ മാറ്റി വെച്ചിട്ട് വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീം നല്ല തണുപ്പോട് കൂടിയിട്ട് തന്നെ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ആദ്യം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കേക്കിലേക്കൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നല്ല സ്റ്റിഫായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടങ്ങ് ബീറ്റായി കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിലേക്ക് കസ്റ്റാർഡ് നമ്മൾ ആ ഒരു തണുപ്പിച്ചെടുത്തിട്ടുള്ള കസ്റ്റാർഡ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് അത് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് കസ്റ്റാർഡ് ഇങ്ങനെ കട്ടയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ക്രീമിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ക്രീമിൽ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് കമ്പൈനായി വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞാൽ മതി കേട്ടോ. ഒരുപാട് ഇട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട, കാരണം അതൊന്ന് ലൂസായി പോകാൻ പാടില്ല. നമുക്ക് ആ ഒരു ക്രീമിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ കിട്ടണം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കസ്റ്റാർഡ് അത്രയും നല്ല തിക്കായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് എല്ലാം രണ്ടും കൂടെ ക്രീമും കസ്റ്റാർഡും കൂടെ നന്നായിട്ടൊന്ന് കമ്പൈനായി കഴിഞ്ഞാൽ ബീറ്റിങ് നിർത്താം കേട്ടോ. അപ്പോൾ ഇത്രയും മതി. നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ക്രീം ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീം തന്നെയാണിത്. വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 രൂപയുടെ ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിൻ്റെ ഒരു പാക്കറ്റ് പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ബ്രൂ കോഫിയുടെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് നല്ല തിളച്ച പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് ഒഴിച്ചു കൊടുക്കുന്ന ക്ലിപ്പ് ഇതിൽ നിന്ന് വിട്ടുപോയതാണ് കേട്ടോ. 1 കപ്പ് നല്ല ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് റെഡിയായി. ഇനി നമുക്ക് ഇതിലേക്ക് ബേസായിട്ട് വേണ്ടത് നമ്മുടെ ബിസ്ക്കറ്റാണ്. ഏതെങ്കിലും ഒരു മാരി ബിസ്ക്കറ്റ് എടുക്കുക. ഞാൻ ആരോ റൂട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാം. പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള ഡിഷിൽ ആദ്യം തന്നെ ഈ ഒരു ക്രീം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് തിന്നായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അടിയിലുള്ള ആ ഒരു ലെയർ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ബിസ്ക്കറ്റ് നമ്മൾ ആ ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കോഫിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ നിരത്തി അങ്ങ് ഗ്യാപ്പൊന്നും ഇല്ലാതെ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഗ്യാപ്പൊക്കെ നമുക്ക് ബിസ്ക്കറ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ആ ഒരു പൊട്ട് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തങ്ങ് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ആ ഒരു ക്രീം ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ആയിട്ട് ബിസ്ക്കറ്റ് കാണാത്ത വിധത്തിൽ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു ഡിഷ് കംപ്ലീറ്റ് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുകളിലൊക്കെ ഒന്ന് ഫിനിഷിങ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ ഡെക്കറേഷനായിട്ട് ഞാനിവിടെ ചോക്ലേറ്റ് ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നട്ട്സോ അല്ലെങ്കിൽ കാരമലോ ആക്കിയിട്ടുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, പ്രളയനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പ്രീമിയം ചോക്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ വാൻ ഹോട്ടിൻ്റെ ഒക്കെ ചോക്ലേറ്റ് ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് ഒരു 3-4 മണിക്കൂർ തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.
അടുത്തത് എന്താ, നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ചൂടുകാലത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 500 മില്ലി ഇളനീരിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇതിലേക്ക് നേരിട്ട് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് മുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതങ്ങ് മെൽറ്റ് ആയിക്കോളും. ഇനി ഫ്ലെയിം ഓണാക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് ഈ ഒരു ചൈന ഗ്രാസ് ഒക്കെ കംപ്ലീറ്റ് അങ്ങ് മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കി നമുക്കിത് അരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് തണുത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചൈന ഗ്രാസ് ആയതുകൊണ്ട് പുറത്തിരുന്നാലും ചെറുതായിട്ട് അങ്ങ് സെറ്റായിട്ട് വരും. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ചൈന ഗ്രാസ് ആയതുകൊണ്ട് തണുത്ത് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് സെറ്റായിട്ട് വരും കേട്ടോ. ഇനി ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു 2 ഇളനീരിൻ്റെ കഴമ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു 1/4 കപ്പ് പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1.5 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചാറടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നല്ല തണുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ അങ്ങ് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കാം കേട്ടോ. ഞാനിതാ ഈ ഒരു ലൂസിലാണ് ആക്കിയിട്ടുള്ളത്. നമുക്ക് കോരി കഴിക്കാൻ പാകത്തിലുള്ള ആ ഒരു തിക്നെസ്സിലാണ് ആക്കിയിട്ടുള്ളത്. കുറച്ചും കൂടെ നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളിതാ നേരത്തെ സെറ്റാകാൻ വെച്ചിട്ടുള്ള ഒരു ഇളനീരിൻ്റെ ഇതുണ്ടല്ലോ, വെള്ളം ഉണ്ടല്ലോ, അതാ സെറ്റായി വന്നിട്ടുണ്ട്. അത് നമുക്കിതാ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഏത് ഷേപ്പിലാണോ കട്ട് ചെയ്തെടുക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ അങ്ങ് മുഴുവനായിട്ട് വേർപ്പെടുത്തിയെടുത്തതിന് ശേഷം ഇനി നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ജെല്ല് നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ഒരു ജെല്ലുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് സെർവ് ചെയ്യാം. പിന്നെ നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏത് നട്ട്സ് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പിസ്താഷ്യോ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. തിക്കായിട്ട് നല്ല പുഡിംഗ് രൂപത്തിൽ അങ്ങനെയും കഴിക്കാം, ക്രീമി ആയിട്ടുള്ള രൂപത്തിൽ അങ്ങനെയും കഴിക്കാം, വെള്ളമായിട്ടും കഴിക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇളനീരൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അടുത്തത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡാണ് കേട്ടോ. പ്രത്യേകിച്ച് ഡയറ്റൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണിത്. പഞ്ചസാരയൊന്നും ചേർക്കാത്ത നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ട് സലാഡാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതായിട്ട് ഞാൻ ഫ്രൂട്ട്സൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഏതൊക്കെ ഫ്രൂട്ട്സാണോ അതൊക്കെ കട്ട് ചെയ്തെടുക്കാം. പുളിയില്ലാത്ത ഫ്രൂട്ട്സ് വേണം ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ആപ്പിളും നേന്ത്രപ്പഴവും ഉറുമാമ്പഴവും മാങ്ങയുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്രയും ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി ചേരുവകൾ നമ്മൾ അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 10 ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈത്തപ്പഴം ഹാർഡായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് ചൂടുള്ള പാലിൽ ഇട്ടിട്ട് ഒന്ന് സോക്ക് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് അരിഞ്ഞു കിട്ടും. ഇനി അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 10 കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാം. 1/2 ഗ്ലാസ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ എത്രയാണോ ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിൻ്റെ ആ ഒരു അളവിലേക്ക് ആവശ്യമായിട്ടുള്ളത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് അരച്ചെടുത്തതിന് ശേഷം, ഒട്ടും തരിയില്ലാതെ അരച്ചെടുത്തതിന് ശേഷം ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫ്രൂട്ട്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ കസ്റ്റാർഡൊക്കെ റെഡിയാക്കി എടുക്കുന്നത് പോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വേർഷനിൽ റെഡിയാക്കി എടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയോ കണ്ടൻസ്ഡ് മിൽക്കോ ഒന്നും തന്നെ വേണ്ട. കാരണം ഈത്തപ്പഴം അത്യാവശ്യം നല്ല മധുരം ഉണ്ടായതുകൊണ്ട്, പിന്നെ ഫ്രൂട്ട്സ് മധുരമുള്ളതായതുകൊണ്ട് ഇതിലേക്ക് കറക്റ്റ് മധുരം തന്നെയാണ് കേട്ടോ ഇത്. ഇനി നമ്മൾ ഇതിലേക്ക് വേറെ മധുരമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർ പെരുന്നാളിനൊക്കെ ഇതുപോലെ റെഡിയാക്കി കഴിച്ചോളൂ കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്